ഒരു കാലത്ത് ഒട്ടും ഇഷ്ടമല്ലാത്തതും പിന്നെ ഞാനൊരു ഫാനായി മാറിയ ഭക്ഷണ വിഭവമാണ് ഈ പുട്ട് എന്നത്. എന്തൊക്കെ കോമ്പിനേഷനാണല്ലേ പുട്ടിനുള്ളത്. ആരോടും ഒരു പിണക്കവും ഇല്ല. ഫ്രൂട്ട്സോ വെജീസോ നോൺ വെജോ ഇതിൻ്റെ കൂടെയൊക്കെ സുഖമായി പോകുന്ന ഒരു പ്രാതലോ അത്താഴമോ ഒക്കെയാണ് ഈ പുട്ട് എന്നത്. ഏത് സീസണിൽ കഴിക്കുകയും ചെയ്യാം. പുട്ട് തന്നെ പലതരത്തിലുണ്ട്. അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, ചോളപ്പുട്ട്, റാഗിപ്പുട്ട്, കപ്പപ്പുട്ട്, അങ്ങനെ ഒരുപാട് തരം. പുട്ടിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിലോ പുട്ടും പഴവും, പുട്ടും ചക്കയും, പുട്ടും മാങ്ങയും, പുട്ടും നെയ്യും പഞ്ചസാരയും, പുട്ടും കടലയും, പുട്ടും പയറും പപ്പടവും, പുട്ടും ചിക്കനും, പുട്ടും മുട്ടക്കറിയും, പുട്ടും മീൻകറിയും, പുട്ടും പോത്തും അങ്ങനെ ഒരുപാട് തരം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ കേരളത്തിൽ പലയിടത്തും പുട്ടിൻ്റെ വെറൈറ്റീസ് മാത്രം കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഒക്കെ തുറന്ന് മുന്നോട്ട് പോകുന്നത്. അതാണ് നമ്മുടെ സ്വകാര്യ സ്വത്തായ പുട്ടിൻ്റെ ഗുണം. പണ്ടാരോ പാട്ടിൽ പറഞ്ഞ പോലെ പണവും പ്രതാപവും ഒക്കെ നമുക്കെന്തിനാ, പുട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ പൊടിയുണ്ടെങ്കിൽ.